കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. പൊന്നു ഗുരുവായൂരപ്പനെന്ന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. എല്ലാ പൂജകളും ഉച്ചപൂജയും കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നു ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ തന്നെ നല്ല തിളക്ക, നല്ല ഭംഗിയെ കാണാൻ. ആ നെയ്വിളക്കിൻ്റെ ശോഭയില എല്ലാം തിളങ്ങിയും കൊണ്ടായിരിക്കണത്. ആ കുഞ്ഞിക്കാനുമല്ലത് ആ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. ആ പൊൻതളയൊക്കെ തന്നെ വീതിയുള്ള പൊൻതളകളാണ്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് പറ്റി കിടക്കുന്നുണ്ട്. കിങ്ങിണിയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഞാത്തുകൾ രണ്ട് തൊടല മുളക്കി നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ മണിമണി പോലെ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ട് അരയിലൊരു കയറിൻ്റെ കെട്ടുണ്ട്. ആ കയറിൻ്റെ കെട്ട് അടുത്ത ഭാഗത്ത് ഒരു ഒരലുണ്ട്. ഒരലിൻ്റെ മുളക്കി കെട്ടിക്കൊണ്ടാ അങ്ങനെ ചാർത്തിരിക്കണത്. അരയിലൊരു ഓടക്കോട് തിരികെ വെച്ചിട്ടുണ്ട്. ആ ഒരലിൻ്റെ വലിയൊരു ഒരൽ അടുത്ത ഭാഗത്തിട്ട് ആ ഒരലിൻ്റെ മുളക്കിയാണ് കെട്ടിരിക്കണത്. അങ്ങനെ ദാമോദരനായിട്ടോ നമ്മുടെ പൊന്നുണ്ണി കാണുന്ന ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. നല്ല കൗതുകണ്ട് കാണാൻ വെട്ടിക്കാൻ. അതുപോലെ ശ്രീലകത്തേക്ക് നോക്കിയാൽ തന്നെ തിളക്കാം. കഴുത്തിൽ നല്ല ഭംഗിയുള്ളൊരു മാങ്ങാമാല, ഒരു കാശുമാല പോലത്തെ മാല, പിന്നെ ഒരു തിലകം കഴുത്തിനോട് ചേർന്ന് വളയ പോലത്തെ മാല ഒക്കെ ചാർത്തിന് ആകെ തിളക്കാണ് ശ്രീലകത്തൊക്കെ പറഞ്ഞില്ല. അത്ര രസമായിട്ട് കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇടത്തെ കൈ അരയിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. വലത്തെ കയ്യിലൊരു വെണ്ണുറലുണ്ട്. ആ വെണ്ണുറലും പിടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ യശോദം അപ്പം അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ആ വെണ്ണുറലും പിടിച്ചിട്ട് പൊന്നുണ്ണി കണ്ണനെ കാണാൻ നല്ല കൗതുക. ഈ കൈവളകളും തോൾവളകളും ഒക്കെ ഇങ്ങനെ വീതിയിലുള്ള കസവൻ്റെ ഒട്ടിച്ചാണ്. അപ്പോൾ നല്ല തിളക്കാണ് കാണാൻ. ശ്രീലകത്തൊക്കെ നോക്കിയാൽ അത്ര സന്തോഷമാവും. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിമിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോടു കൂടി ഒരലമ്പിൽ കെട്ടി പറഞ്ഞിട്ട് ഒരു സങ്കടമൊന്നുമില്ല. നല്ല സന്തോഷമായിട്ട് ഞാൻ കണ്ടു. വെണ്ണ കിട്ടി കയ്യിൽ, വെണ്ണൂറിൻ്റെ കയ്യിലുണ്ട്. അരയിലും ഓടക്കൊള്ളിലും തിരികെ വെച്ചിട്ടുണ്ട്. വെടുക്കാനായിട്ടൊരു ഉണ്ണി, അതാ രസം. ചടിച്ചുരുണ്ട മിടുക്കനൊരു ഉണ്ണി, അതായത് കസവിൻ്റെ ഒക്കെ ചാർത്തി നല്ല തിളക്കത്തോട് കൂടി നിൽക്കണം. മിടുക്കനൊരുണ്ണി, പുഞ്ചിരി അതിലേറെ തിളക്കം. നല്ല ഭംഗിയുള്ളൊരു മിടുക്കനൊരു ഉണ്ണി, ദാമോദരനായിട്ടാണ് നിൽക്കുന്നത്. പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിന് നമ്മൾ 2 തിരുമുടി മാലകളാവും. ഒന്ന് തെച്ചി തുളസി വെളുത്തപ്പൂവായിട്ട് അങ്ങനത്തെ തിരുമുടി മാല, മറ്റൊരു വെളുത്തപ്പൂവും തെച്ചിയും മാത്രമായിട്ടൊരു തിരുമുടി മാല. അങ്ങനെ 2 തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. അതുപോലെ കഴുത്തിന് നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ, ഒന്ന് താമരയും തുളസി തെച്ചിയും, അതിങ്ങനെ ഇടകളർ നല്ല ഭംഗിയുണ്ടാകണം. അത് കാണാൻ നല്ല കൗതുകം. അങ്ങനത്തെ തടിച്ചുകൊണ്ടൊരു ഉണ്ടമാല. മറ്റത് എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂക്കൾ ധാരാളം, പിന്നെ കുറച്ച് തുളസി, പിന്നെ തെച്ചിപ്പൂക്കൾ ധാരാളം, പിന്നെ തുളസിപ്പൂ കണ്ണൻ്റെ തൃപ്പാദത്തേക്ക് എത്തുമ്പോഴേക്കും. അങ്ങനെ അതുപോലത്തെ 2 ഉണ്ടമാലകളും 2 തിരുമുടി മാലകളും. ഉണ്ണിക്കണ്ണനെ വെച്ചാൽ തടിച്ചിട്ടുണ്ട് ഒരു മിടിമിടുക്കൻ. അതുപോലത്തെ 2 ഉണ്ടമാലകളെ കഴുത്തിലും ചേർത്ത് കണ്ടാൽ തന്നെ നല്ല സന്തോഷവും ഗുരുവായൂരപ്പ. അതുപോലെ തിരുമുടി മാലകൾ നമ്മൾ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. തെച്ചി മാത്രമായിട്ടുള്ളതൊന്ന്, പിന്നെ തുളസിയും തെച്ചിയായിട്ടുള്ളതൊന്ന്, പിന്നെ താമരയും തുളസിയായിട്ടുള്ളതൊന്ന്, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ള ഒരു 3 എണ്ണം, 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചേർത്തിട്ടുണ്ട്. ശ്രീലകത്തൊക്കെ ഇതൊക്കെ മിടുക്കൻ. ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെയൊക്കെ നടുവിൽ ദാമോദരനായിട്ട് നിൽക്കണ കണ്ടാൽ നല്ല കൗതുക സന്തോഷവും കണ്ടാൽ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ഉണ്ടിടാൻ കരുതാതെ ഉള്ള മുതലും കണ്ടോർക്കു നൽകിയിട്ടുടൻ തെണ്ടിയിടുന്നു കിതാർത്രായി പടികളിൽ പിച്ചയ്ക്കു സന്യാസികൾ. പണ്ടത്തെ പതിവാണിതൊക്കെയും അതിക്കാലത്തു പറ്റുന്നതല്ലുണ്ടായിടുമനർത്ഥമെന്നു വെറുതെ പ്രാവുന്നു സംസാരികൾ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകസദാ പൊന്നുണ്ണിക്കണ്ണൻ ദാമോദരനായിട്ടാണ് നിൽക്കുന്നത്. ജാസന പൂജയൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷത്തിൽ നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിൽ ഞങ്ങൾ വീണ്ടും നമസ്കരിക്കാം, അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. പൊന്നുണ്ണിക്കണ്ണൻ വെണ്ണൂറിലെയും പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. സന്തോഷത്തോടു കൂടി, ആ സന്തോഷത്തോടു കൂടി നിൽക്കണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിൽ വീണ് സന്തോഷത്തോടു കൂടി ആ തിരുമുഖം നോക്കുക. എന്ത് രസാറിയോ കാണാൻ. ആ തിരുമുഖം നോക്കി ഉറക്കെ അങ്ങോട്ട് നാമം ജപിക്കാം നമുക്ക്. കണ്ണനച്ചാൽ എപ്പോഴും അനുഗ്രഹിക്കാന്നുണ്ട്. ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കണത്. ഭക്തി ഉണ്ടാക്കി തരണേ, നാമം ജപിക്കാൻ തോന്നിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ആ തൃപ്പാദം മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കില്ലേ നമുക്ക്. കണ്ണൻ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.